അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, അഞ്ചാമത്തെ പാരഗ്രാഫ് നോക്കുക. എവറി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. ഹോളിവുഡ് സിനിമകളിലെ, ഇംഗ്ലീഷ് സിനിമകളിലെ ഓരോ ആനിമലും വെൽ ട്രെയിൻഡാണ്, നന്നായിട്ട് പരിശീലനം ലഭിച്ച മൃഗങ്ങളാണ്, ആനിമലാണ് ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിക്കുന്ന ഓരോ മൃഗവും. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ഒരു ഡോഗിനെയോ അല്ലെങ്കിൽ ഒരു ഹോഴ്സിനെയോ കുതിരയെയോ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് അത്രത്തോളം ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമല്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റേവൻസ്? പക്ഷേ നിങ്ങൾ റേവൻസ് എന്ന പക്ഷി ഒരു തരം വലിയ കാക്കയാണ്, മലങ്കാക്ക എന്ന് പറയും. അപ്പോൾ അതാണ് റേവൻസ്. റേവൻസിനെ ട്രെയിൻ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റേവൻസ്? റേവൻസിനെ ട്രെയിൻ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? സിനിമകളിൽ അഭിനയിക്കാനൊക്കെ വേണ്ടി റേവൻസിനെ ട്രെയിൻ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മലങ്കാക്കകളെ ട്രെയിൻ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറയാണ്, അല്ലേ? ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത്, ഹോഴ്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് ഓക്കെ, അത്ര ഡിഫിക്കൽട്ടല്ല, അത്ര ബുദ്ധിമുട്ടുള്ള ഒന്നല്ല. പക്ഷേ റേവൻസിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നോട്ട് ജസ്റ്റ് 1 or 2, 1 or 2 റേവൻസിനെയല്ല, മലങ്കാക്കകളെയല്ല, ബട്ട് നിയർലി 100 ഓഫ് ദം. ഏകദേശം 100 കണക്കിന്, അല്ലേ, 100 കണക്കിന് മലങ്കാക്കകളെ ട്രെയിൻ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. ഇതുപോലും സാധ്യമാണ് എവിടെ? ഹോളിവുഡ് ഇൻഡസ്ട്രിയിൽ, ഇംഗ്ലീഷ് സിനിമാ മേഖലയിൽ ഇതും സാധ്യമാണ്. ഏത്? 100 കണക്കിന് മലങ്കാക്കകളെ, റേവൻസിനെ ട്രെയിൻ ചെയ്ത് അഭിനയിപ്പിക്കുന്നതും നടക്കുന്നുണ്ട് എവിടെ? ഹോളിവുഡ് സിനിമകളിൽ. വെൻ ദ ക്രിയേറ്റർ ഓഫ് സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിം ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ, ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഡിസൈഡഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ്. ഒരുപാട് ഹിറ്റ് സിനിമകളൊക്കെ ചെയ്ത ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന സംവിധായകന്, സിനിമാ നിർമ്മാതാവ്, ഡിസൈഡഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ് എന്ന ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഒരു ബേർഡ്സ് എന്ന പേരിലുള്ള ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇൻ ദ സ്റ്റോറി, ആ സിനിമയിലെ കഥയിൽ, ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. ആ സിനിമയുടെ കഥ എന്താണ്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പക്ഷികൾ മനുഷ്യരെ ആക്രമിക്കുന്നതാണ് ആ സിനിമയിലെ കഥാതന്തു, ആ സിനിമയിലെ കഥ. ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. അതിനു വേണ്ടിയിട്ട് ഹിച്ച്കോക്കിന് എന്ത് വേണം? ഒരുപാട് തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു പ്രത്യേക പക്ഷികളെ വേണം. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റേവൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കിട്ടുന്ന പക്ഷികളാവണം, എണ്ണത്തിൽ ഒരുപാട് എണ്ണം വേണം, ലാർജ് നമ്പർ പക്ഷികൾ വേണം. അങ്ങനെ ഉണ്ടായിരുന്നത് ഏത് മാത്രമാണ്? ഈ റേവൻസ് എന്ന് പറഞ്ഞ പക്ഷി വിഭാഗമാണ്. റേവൻസ് എന്ന് പറഞ്ഞാൽ മലങ്കാക്ക, വലിയ തരം കാക്കയാണ്. അപ്പോൾ ആ പക്ഷികളെ കിട്ടാൻ വേണ്ടിയിട്ട്, റേവൻസ് എന്നുള്ള പക്ഷികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഹിച്ച്കോക്ക് എന്ത് ചെയ്തു? നോട്ടീസസ് വെർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, അമേരിക്കയിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തു. റേവൻസിനെ വേണം എന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുത്തു. ആസ്കിങ് പീപ്പിൾ ടു കോൺടാക്ട് ദ ഫിലിം മേക്കർ ഇഫ് ദേ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റേവൻസ്. അല്ലേ, ട്രെയിൻഡ് റേവൻസിനെ, പരിശീലനം ലഭിച്ച റേവൻസിനെ കയ്യിലുള്ളവർ, ആ പക്ഷികളെ കിട്ടുന്നവർ ആരുമായിട്ട് ബന്ധപ്പെടാൻ? ഫിലിം മേക്കറുമായിട്ട്, ഹിച്ച്കോക്കുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പത്രപരസ്യം എവിടെ കൊടുത്തു? അമേരിക്കയിൽ കൊടുത്തു. അടുത്ത പാരഗ്രാഫ്, 6ാമത്തേത്. സമൺ റിപ്ലൈഡ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ്. അങ്ങനെ ഈ പത്രത്തിലെ പരസ്യം കണ്ട ഒരാൾ മറുപടി നൽകി, ഹിച്ച്കോക്കിന് മറുപടി കൊടുത്തു. ഹി വാസ് ആസ്ക്ഡ് ടു ബ്രിങ് ഹിസ് ബേർഡ്സ്. അങ്ങനെ അയാളോട് എന്ത് കൊണ്ടുവരാൻ പറഞ്ഞു? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള റേവൻസിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് ഹി അറൈവ്ഡ് വിത്ത് ഓൾമോസ്റ്റ് 100 ട്രെയിൻഡ് റേവൻസ്. അങ്ങനെ അയാൾ വരുന്നത് ഏകദേശം 100 കണക്കിന് റേവൻസുമായിട്ടാണ്, മലങ്കാക്കകളുമായിട്ടാണ് അയാൾ വരുന്നത്. അഡ്മിറ്റഡ്ലി ദെയർ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്. അദ്ദേഹം ട്രെയിൻ ചെയ്തത് അത്ര മോശം രീതിയിലൊന്നായിരുന്നില്ല എന്നാണ് പറയുന്നത്. റേവൻസിനെ ട്രെയിൻ ചെയ്തത് അത്ര മോശമായിരുന്നില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ടു സേ, ദേ കുഡ് നോട്ട് ഡു എനിത്തിങ് ദാറ്റ് മൈറ്റ് ബി സീൻ ആസ് എക്സ്ട്രാ ഓർഡിനറി. ഈ റേവൻസ് അസാധാരണമായ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ
If as many as 50 ravens are told to perch quietly in a row on a specified spot, if they obey this command instantly, isn't that pretty impressive? ഇതിൽ 50ഓളം റേവൻസിനോട്, കൊണ്ടുവന്ന പക്ഷികളോട് ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് ഇരിക്കാൻ പറയുമ്പോൾ അവരത് കേട്ട് ഈ പക്ഷികൾ അത് അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ, മനോഹരമായ കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഹിച്ച്കോക്ക് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് അത് കണ്ട ഒരാൾ നൂറുകണക്കിന് റേവൻസുമായിട്ട് വന്നു. അപ്പോൾ അത്ര മോശമുള്ള ഒരു ട്രെയിനിങ് ഒന്നല്ല ഈ റേവൻസിന് കിട്ടിയത്. അങ്ങനെ അസാധാരണമായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ഈ റേവൻസ് ചെയ്യുന്നില്ലെങ്കിലും ഇതിലെ മിക്ക റേവൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് ഇരിക്കാൻ പറയുമ്പോൾ ഈ റേവൻസ് അത് അനുസരിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെ ഒരു പ്രിറ്റി ഇംപ്രസീവായ കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഒരു കൂട്ടം പക്ഷികളോട് ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് ഇരിക്കണം എന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ അത് അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ എന്താണ്, മനോഹരമായ ഇംപ്രസീവായ ഒരു കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. 7ാമത്തെ പാരഗ്രാഫ്. നീഡ്ലെസ് ടു സേ, in our own country, it's not at all easy to find trained animals, although some films have been made in Bombay and Madras that involved walking with elephants, horses and tigers. Needless to say, in our own country, it's not at all easy to find trained animals. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എന്ത്, ഇൻ അവർ ഓൺ കൺട്രി, നമ്മളുടെ രാജ്യത്ത് ഇറ്റ്സ് നോട്ട് അറ്റ് ആൾ ഈസി ടു ഫൈൻഡ് ട്രെയിൻഡ് ആനിമൽസ്. നമ്മളുടെ രാജ്യത്ത് ട്രെയിൻഡ് ആനിമൽസിനെ ലഭിക്കുക എന്നുള്ളത് അത്രത്തോളം ഈസി ആയിട്ടുള്ള ഒന്നല്ല. ഓൾദോ സം ഫിലിംസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ബോംബെ ആൻഡ് മദ്രാസ് ദാറ്റ് ഇൻവോൾവ് വർക്കിംഗ് വിത്ത് എലിഫൻറ്റ്സ്. എന്നാലും ബോംബെയിലും മദ്രാസിലും ഒക്കെ മൃഗങ്ങളെ, എലിഫൻറ്റിനെ വെച്ചിട്ട്, ഹോഴ്സിനെ വെച്ചിട്ട്, ടൈഗേഴ്സിനൊക്കെ വെച്ചിട്ട് എന്ത് നിർമ്മിച്ചിട്ടുണ്ട്, സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ രാജ്യത്ത് ട്രെയിൻഡ് ആനിമൽസിനെ, ഈ സിനിമയിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിൻഡ് ആനിമൽസിനെ ലഭിക്കാൻ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. Their performance did suggest that they were used to obeying commands. In Bengal, it's sometimes possible to find clever dogs. ബംഗാളിൽ ചിലപ്പോൾ എന്തിനെ കിട്ടും, ക്ലവർ ഡോഗ്സിനെയൊക്കെ കിട്ടും. അസമർത്ഥരായ ഡോഗ്സിനൊക്കെ വേണമെങ്കിൽ ബംഗാളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. പെർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇൻ്റലിജൻറ്റ്. പ്രത്യേകിച്ച് എങ്ങനത്തെ ഡോഗ്സിനെ കിട്ടും വേണമെങ്കിൽ സിനിമയിലേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റലിജൻറ്റ് പോലീസ് ഡോഗ്സിനൊക്കെ വേണമെങ്കിൽ അന്വേഷിച്ചാൽ കിട്ടും. ഇഫ് വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ്. ഇനി ഒരാൾ നന്നായിട്ട് ക്ഷമ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരെ അഭിനയിപ്പിക്കുമ്പോൾ, മൃഗങ്ങളെ അഭിനയിപ്പിക്കുമ്പോൾ, സിനിമയിൽ അഭിനയിപ്പിക്കുമ്പോൾ തിടുക്കം കൂട്ടരുത്, മറിച്ച് ഇത്തിരി പേഷ്യൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇത്തിരി ക്ഷമ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് ആൾ ടുഗെദർ ഇമ്പോസിബിൾ ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസ് ഔട്ട് ഓഫ് ദം ആസ് വി മാനേജ് ടു ഡു വിത്ത് ഭുലോ ഇൻ പതേർ പാഞ്ചാലി. അങ്ങനെ നമ്മൾ ക്ഷമ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൃഗങ്ങളുടെ അടുത്തുനിന്ന് നല്ല പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. പക്ഷേ നമ്മൾ തിടുക്കം കാണിച്ച് ചെയ്യിപ്പിക്കരുത്. വളരെ സാവധാനം ക്ഷമ കാണിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അഭിനയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ടല്ല, ഇമ്പോസിബിൾ അല്ല, സാധ്യമല്ല അല്ലേ. നല്ല പെർഫോമൻസ് തന്നെ ആര് കാഴ്ചവെക്കും, ഈ ആനിമൽസ് കാഴ്ചവെക്കും. അതിന് ഉദാഹരണമായിട്ട് ഞങ്ങൾ ചെയ്ത ഒരു സിനിമ തന്നെ പറയണം. പതേർ പാഞ്ചാലിയിൽ ഉള്ള ഒരു സീനിൽ, പതേർ പാഞ്ചാലി സിനിമയിൽ ഞങ്ങൾ ചെയ്തത് അങ്ങനെയാണ്. ആ സിനിമയിൽ മൃഗത്തെ വെച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച, മൃഗങ്ങളെ വെച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട്. മൃഗങ്ങൾ നല്ല പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്ഷമയോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആനിമൽസിൻ്റെ അടുത്ത് നിന്നും നല്ല പെർഫോമൻസ് കിട്ടും എന്നാണ് പറയുന്നത്. അടുത്ത പാരഗ്രാഫ്, 8ാമത്തെ പാരഗ്രാഫ് ശ്രദ്ധിക്കുക. യെറ്റ് എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്, നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. ഒരു ഡോഗിനെ വെച്ച് അഭിനയിപ്പിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഡിഫിക്കൽട്ട് ആവാം, പക്ഷേ അത് അസാധ്യമായ കാര്യമല്ല. ഡോഗിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സിനിമയിൽ ഡോഗിനെ അഭിനയിപ്പിക്കാം അല്ലേ, അവരഭിനയിക്കുകയും ചെയ്യും. ബുദ്ധിമുട്ടാണെങ്കിലും അത് അത്രത്തോളം അസാധ്യമായ ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം. ഇനി സിനിമയിലേക്ക് ഒരു ടൈഗറിനെ ആണെങ്കിലോ അഭിനയിപ്പിക്കേണ്ടത് എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കുകയാണ്. വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഡീൽ ചെയ്യേണ്ടി വന്നു എന്ന് പറയുകയാണ്. ഞങ്ങളുടെ ഒരു സിനിമയിൽ, ഏത് സിനിമയിൽ, വെൻ വി വർ ഷൂട്ടിംഗ് ഗോപി ഗെയിൻ ബാഗാബൈൻ, ഈ പറഞ്ഞ സിനിമയിൽ, ഗോപി ഗെയിൻ ബാഗാബൈൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞങ്ങൾക്കും എന്തിനു വേണ്ടി വന്നു, ഒരു ടൈഗറിനെ വേണ്ടി വന്നു.
എന്ന് പറയാണ്. ഇൻ ദ ഫിലിം, ഈ സിനിമയിൽ ഗോപി ഹു ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ് വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്. ഈ സിനിമയിൽ ഗോപി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ ഈ ഗോപിയെ രാജാവ് എന്ത് ചെയ്യാണ്? നാട് കടത്തണം. അപ്പോൾ നാട് കടത്തപ്പെട്ട ഗോപി ഒരു കാട്ടിലൂടെ, ഫോറസ്റ്റിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് മീറ്റ്സ് ബാഗ ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. ബാഗ എന്ന് പറഞ്ഞ വേറൊരാളെ കാണുകയാണ്. അപ്പോൾ ഗോപിയെ നാട് കടത്തിയതാണ്. എന്നിട്ട് ഗോപി എന്ത് ചെയ്യാണ്? ഒരു ഫോറസ്റ്റിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ബാഗ എന്ന് പറഞ്ഞ വേറൊരാളെ കാട്ടിൽ നിന്ന് കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഈ ബാഗ എങ്ങനത്തെ ആളാണ്? ഗോപിയെ പോലെ തന്നെ ബാഗയെ എന്ത് ചെയ്ത് തന്നെയാണ്? ബാനിഷ് ചെയ്ത് തന്നെയാണ്, നാട് കടത്തി തന്നെയാണ്. ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അവർ കാട്ടിൽ പരസ്പരം കണ്ട് സംസാരിക്കുന്ന നേരത്തെ അവർ പെട്ടെന്ന് ആരെ കാണുന്നു? ഒരു ടൈഗറിനെ കാണുന്നു. ബട്ട് ദ ടൈഗർ സിംപിളി വാക്സ് അബൌട്ട് ഇൻ ദ ഫോറസ്റ്റ്. പക്ഷേ ടൈഗർ എന്ത് ചെയ്യാണ്? ഇവർ ടൈഗറിനെ കണ്ട് ഗോപിയും ബാഗയും പേടിക്കുന്നുണ്ടെങ്കിലും ടൈഗർ എന്ത് ചെയ്യുന്നില്ല? സിംപിളി വാക്സ്, അതിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. വിത്തൗട്ട് പേയിങ് ദം ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ. ഇവരെ തീരെ ശ്രദ്ധിക്കാതെ ടൈഗർ എന്ത് ചെയ്യുന്നുണ്ട്? അത് അതിൻ്റെ വഴിക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഷോട്ട് എടുക്കണം. ഈ ഒരു ഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി പ്രയാസം നേരിടേണ്ടി വന്നു എന്ന് പറയണം. അപ്പോൾ സിനിമയിൽ മൃഗങ്ങളെ അഭിനയിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ ഈ കാര്യം കൂടെ പറയാണ്, ഇദ്ദേഹത്തിനും ഇങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നു. ഡോഗൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്യിപ്പിക്കാമായിരുന്നു, പക്ഷേ ഒരു ടൈഗറിനെ വെച്ച് എങ്ങനെ ചെയ്യിപ്പിക്കും എന്നുള്ള കാര്യമാണ് പറയണത്. ഓക്കെ, അടുത്ത പാരഗ്രാഫ്. ഹാവിങ് തോട്ട് ഓഫ് ദ സീൻ ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. അങ്ങനെ ഈ ഒരു സീന് ഷൂട്ട് ചെയ്യണമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ ചിന്തിച്ച് നിൽക്കുക. ബട്ട് വേർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ. ഈ ഒരു സീനിലേക്ക് വേണ്ടിയിട്ട് ഗോപിയും ഭാഗ്യയും സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ടൈഗറിനെ കണ്ട് ഇവർ ഞെട്ടുകയാണ് അല്ലേ? ഈ ഒരു സീനാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സീനിലേക്ക് എവിടുന്ന് ടൈഗറിനെ കിട്ടും എന്നാണ് ചോദിക്കുന്നത്. ദ ഒബ്വിയസ് തിങ് ടു ഡു വാസ് ടു ലുക്ക് ഇൻ എ സർക്കസ് സിൻസ് ദേ വർ ലൈക്ലി ടു ഹാവ് ട്രെയിൻഡ് ആനിമൽസ്. ഇനി ഒരു ടൈഗറിനെ കിട്ടാനുള്ള ഒരേ ഒരു ചാൻസ് എന്ന് പറയുന്നത് എവിടെയാണ്? സർക്കസ്, അതിൽ ചെന്ന് അന്വേഷിക്കുകയാണ് അല്ലേ? സർക്കസ് ടീമിൻ്റെ അടുത്ത് ചെന്ന് അന്വേഷിച്ചാൽ ഉറപ്പായിട്ടും ട്രെയിൻഡ് ടൈഗറിനെ തന്നെ കിട്ടും. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ വൺ കോൾഡ് ഭരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കട്ട അറ്റ് ദ ടൈം ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കസ് സ്ക്വയർ. ആ ഒരു സമയത്താണ് ഭരത് സർക്കസ് എന്ന പേരുള്ള ഒരു സർക്കസ് കമ്പനി, സർക്കസ് ടീം എവിടെ സന്ദർശിക്കുന്നത്? കൽക്കട്ട സന്ദർശിക്കുന്നത്. അവർ മാർക്കസ് സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് പ്രദർശനം നടത്തുന്നുണ്ട്, സർക്കസ് പ്രദർശനം നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ആരറിഞ്ഞു? ഇദ്ദേഹം അറിഞ്ഞു എന്ന് പറയണം. അങ്ങനെ വി വെൻറ്റ് സംവൺ ടു മേക്ക് എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഇറ്റ്സ് തമിഴ് മാനേജർ. അങ്ങനെ ഞങ്ങൾ ഒരാളെ അയച്ചു അല്ലേ? തമിഴ് മാനേജറുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു. അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം ദെൻ വി വെൻറ്റ് ടു മീറ്റ് ഹിം വൺ മോർണിംഗ്. ഞങ്ങൾ ആരെ കാണാൻ വേണ്ടി പോയി? ആ സർക്കസ് മാനേജറെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഇവരുടെ ആവശ്യം എന്താണ്? ഒരു ടൈഗറിനെ കിട്ടണം അല്ലേ? ഇവരുടെ സിനിമയിലേക്ക് ഒരു ടൈഗറിനെ വേണം, ഒരു ചെറിയ 1-2 സീനിൽ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ എവിടെ പോയി? ഈ സർക്കസ് മാനേജറുടെ അടുത്തേക്ക് പോയി. ഒരു ദിവസം രാവിലെയാണ് പോകുന്നത്. ഹി ഗ്രീറ്റഡ് അസ് വാംലി ആൻഡ് ഓർഡേഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ അസ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഞങ്ങളെ വളരെ ഊഷ്മളമായി സ്വീകരിക്കുകയും ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ കോഫി നൽകുകയും ചെയ്തു. ദ മാനേജർ ഹേർഡ് ദ റീസൺസ് ഫോർ അവർ വിസിറ്റ്. അങ്ങനെ സർക്കസ് മാനേജർ ഞങ്ങളവിടെ വന്നതിനെക്കുറിച്ച്, എന്തിനാണ് വന്നത് എന്നൊക്കെ അന്വേഷിച്ചു. ഞങ്ങളുടെ വന്നതിനുള്ള കാരണം അറിഞ്ഞു. എന്നതിന് ശേഷം ദെൻ സെൻറ്റ് ഫോർ വൺ മിസ്റ്റർ തൊറാട്ട്. എന്നതിന് ശേഷം തൊറാട്ടിനെ വിളിപ്പിച്ചു. തൊറാട്ട് മറ്റൊരു കഥാപാത്രമാണ്. ഹി ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. അദ്ദേഹമാണ് ആര്? അതിലെ റിംഗ് മാസ്റ്റർ, ഈ മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ, റിംഗ് മാസ്റ്റർ. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ. ഇദ്ദേഹവും, ഈ മിസ്റ്റർ തൊറാട്ട് എന്ന് പറഞ്ഞ ആളും ഒരു സൗത്ത് ഇന്ത്യനാണ്, ദക്ഷിണേന്ത്യക്കാരനാണ്. വെരി വെൽ ബിൽറ്റ്, നല്ല ശരീരമൊക്കെ ഉള്ള ഒരാളാണ്. വിത്ത് ഫീച്ചേഴ്സ് സംവാട്ട് ലൈക്ക് ദോസ് ഓഫ് നേപ്പാളി. എങ്ങനത്തെ ശരീരപ്രകൃതമുള്ള ആളാണ്? ആ ഒരു നേപ്പാളിയെ പോലെ, കണ്ട ഒരു നേപ്പാളിയെ പോലെ തോന്നിക്കുന്ന ഒരാളാണ് ഈ മിസ്റ്റർ തൊറാട്ട് എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹമാണ് റിംഗ് മാസ്റ്റർ. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. 40 വയസ്സിൽ അധികം വരാൻ സാധ്യതയില്ല. ഏകദേശം ഒരു 40 വയസ്സേ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ വയസ്സ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഹി ഷോഡ് അസ് ആൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് ഫോർ ആം. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പഴയ മുറിവിൻ്റെ അടയാളം കാണിച്ചു തന്നു. വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ.
ആ മുറിവ് എങ്ങനെ ഉണ്ടായതാണെന്നാണ് മിസ്റ്റർ തൊറാട്ട് പറയണത്. അതൊരു ടൈഗർ തന്ന പണിയാണ്, ടൈഗറിനെ കൊണ്ടുണ്ടായ മുറിവാണ് എന്നാണ് പറയുന്നത്. അടുത്ത പാരഗ്രാഫ്. വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. അങ്ങനെ ഞങ്ങളുടെ ആവശ്യമൊക്കെ മിസ്റ്റർ തൊറാട്ടിനെ അറിയിച്ചു. ഈ തൊറാട്ട് ഇവിടെ വന്നത് ആര് പറഞ്ഞിട്ടാണ്? മാനേജർ പറഞ്ഞു വന്നതാണ് അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം ആരെ അറിയിച്ചു? മിസ്റ്റർ തൊറാട്ടിനെ, റിംഗ് മാസ്റ്ററായ തൊറാട്ടിനെ അറിയിച്ചു. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷ്യൂരി ഇൻ ബീർഭൂം. ബീർഭൂം എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ ഷ്യൂരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതിന് ഏകദേശം അതിൻ്റെ അടുത്തായിട്ടാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക്ക് ബാംബൂ ഗ്രോവ്. ഞങ്ങൾക്ക് ഈ ടൈഗറിനെ ഷൂട്ട് ചെയ്യേണ്ട സ്ഥലം എങ്ങനത്തെ സ്ഥലമാണ്? തിക്ക് ബാംബൂ ഗ്രോവ്, നല്ല മുളങ്കാട് ഉള്ള ഒരു സ്ഥലത്താണ്, മുള നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾക്ക് ഈ ടൈഗറിനെ വേണ്ടത്. അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഓൾ ദി ആനിമൽ വാസ് റിക്വയർഡ് ടു ഡു വാസ് കം ഔട്ട് ഓഫ് ദ ബാംബൂ ഗ്രോവ് ഇൻ ടു എൻ ഓപ്പൺ സ്പേസ്. ഈ ആനിമൽ, കടുവ ചെയ്യേണ്ടത് എന്താണ്? ഇവർ തൊറാട്ടിനോട് കാര്യം പറയുകയാണ്, എങ്ങനത്തെ സീനാണ് എടുക്കാനുള്ളത്, എവിടെയാണ് സ്ഥലം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഒരു ബാംബൂ ഗ്രോവിൽ വെച്ചിട്ടാണ്, ഒരു കുറേ മുളമുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ആ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ ടൈഗർ ചെയ്യേണ്ടത് എന്ത് മാത്രമാണ്? അപ്പോൾ ബാംബൂ ഗ്രോവ് നിന്ന് അല്ലേ, മുളങ്കാട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ ടൈഗർ പുറത്തേക്ക് ഇങ്ങനെ നടന്നു വരണം. പിന്നെ ബാംബൂ ഗ്രോവ് ഇൻ ടു എൻ ഓപ്പൺ സ്പേസ് അല്ലേ, ആ കാട്ടിൽ നിന്നും, മുളങ്കാട്ടിൽ നിന്നും ടൈഗർ ഒരു തുറസായ സ്ഥലത്തേക്ക്, ഓപ്പൺ സ്പേസിലേക്ക് നടന്നു വരണം. പേസ് ജെൻറ്റിലി ഫോർ എ വൈൽ. എന്നിട്ട് സാവധാനം അങ്ങനെ നടന്നു പോകണം. ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ. പറ്റുകയാണെങ്കിൽ എങ്ങോട്ട് നോക്കണം? ക്യാമറയിലേക്കൊന്ന് നോക്കണം. ആൻഡ് ദെൻ ഗോ ബാക്ക്. എന്നിട്ട് ടൈഗറിൻ്റെ വഴിക്ക് പോകാം. ഈ ഒരു ഷോട്ടാണ് ഞങ്ങൾക്ക് എടുക്കേണ്ടത് അല്ലേ. എന്നിട്ട് ചോദിക്കുകയാണ്, കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? ഈ ഒരു കാര്യം നിങ്ങളുടെ ഒരു ടൈഗറിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മിസ്റ്റർ തൊറാട്ട് നോഡഡ്. തൊറാട്ട് എന്ത് ചെയ്തു? തലയാട്ടി. ചെയ്യാൻ പറ്റും എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. എന്നിട്ട് തൊറാട്ട് ചോദിക്കുകയാണ്, ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? നിങ്ങൾക്ക് എത്ര കാലത്തിന് വേണ്ടി വരും എന്ന് ചോദിച്ചു. എത്ര ദിവസം വേണ്ടി വരും എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. എത്ര സമയം വേണം എന്ന് ചോദിച്ചു. ആസ്ക് ദ മാനേജർ. പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്. ഞങ്ങൾക്ക് വെറും 2 മണിക്കൂർ മാത്രം മതി എന്നവർ മറുപടിയും കൊടുത്തു. എത്ര നേരം, ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ എന്ന് ചോദിച്ചു. എത്ര സമയം വേണ്ടി വരും ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഒരു 2 മണിക്കൂർ മാത്രമാണ് എന്ന് പറഞ്ഞു. ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ആൻഡ് ഫ്രം ഷ്യൂരി. പക്ഷേ അത് അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും എടുക്കുന്നതിൻ്റെ യാത്രക്കുള്ള സമയമുണ്ടല്ലോ, അതിന് പുറമേ ഞങ്ങൾക്ക് എത്ര വേണം? 2 മണിക്കൂർ വേണം എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നും, കൽക്കത്തയിൽ നിന്നും ഈ ഷ്യൂരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനും, ഷ്യൂരി എന്ന് പറഞ്ഞ് തിരിച്ച് കൽക്കത്തയ്ക്ക് എത്താനും ഒരു സമയമെടുക്കും അല്ലേ. അതിന് ഉപരി 2 മണിക്കൂർ, അതിന് പുറമെ 2 മണിക്കൂർ ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓൺ ബീങ് ടോൾഡ് ദാറ്റ് ദ ട്രാവൽ ഇറ്റ് സെൽഫ് ഷുഡ് ടേക്ക് നോ മോർ ദാൻ 2 days, ദ മാനേജർ അഗ്രീഡ് ടു പുട്ട് ദ ടൈഗർ ഇൻ ഇറ്റ്സ് കേജ് ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ എ ലോറി. അങ്ങനെ മാനേജർ സമ്മതിച്ചു അല്ലേ. 2 ദിവസത്തിൽ കൂടുതലൊന്നും മൊത്തത്തിൽ എടുക്കൂല എന്ന് മനസ്സിലായപ്പോൾ മാനേജർ സമ്മതിക്കുകയും ഒരു ലോറിയിൽ കൂട്ടിലാക്കിയിട്ട് ഒരു ലോറിയിൽ ടൈഗറിനെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് അയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഹി ഇൻവൈറ്റഡ് അസ് ടു ടേക്ക് എ ലുക്ക് അറ്റ് ദ ടൈഗർ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഞങ്ങളെ ആ ടൈഗറിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോയി ക്ഷണിച്ചു എന്ന് പറയണം. എന്നിട്ട് അപ്പോൾ അദ്ദേഹം തൊറാട്ടിനോട് ചോദിച്ചു, ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ആനിമൽ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രോവ്? ഈ ബാംബൂ ഗ്രോവിൽ ഈ ടൈഗറിനെ അങ്ങനെ തുറന്നു വിടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഐ കുഡിൻ ഹെൽപ്പ് ആസ്ക്. എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിച്ചു അല്ലേ. ചോദിക്കാതിരിക്കാൻ പറ്റൂലല്ലോ, എന്തായാലും ചോദിച്ചു നോക്കണം. അപ്പോൾ ഒരു ബാംബൂ ഗ്രോവിൽ, മുളങ്കാട്ടിൽ ടൈഗറിനെ ഇങ്ങനെ തുറന്നു വിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ 11ാമത്തെ പാരഗ്രാഫ്. ഇനി തൊറാട്ട് മറുപടി പറയണം. മിസ്റ്റർ തൊറാട്ട് ഫ്രൗണ്ട്. തൊറാട്ട് നെറ്റി ചുളിച്ചുകൊണ്ട് പറയാണ്, ഐ എം നോട്ട് ഷുവർ. എനിക്ക് ഉറപ്പൊന്നുമില്ല അല്ലേ, ടൈഗറിനെ അങ്ങനെ ഒരു ബാംബൂ ഗ്രോവിൽ തുറന്നിടാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. ഹി റിപ്ലൈഡ്, ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ, സോ ഐ റിയലി ഡോണ്ട് നോ. ഞാൻ ഇത്രയും കാലം ടൈഗറിനെ എന്ത് ചെയ്തിട്ടില്ല, ഈ ടൈഗറിനെ, ഇവർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ടൈഗറിനെ ഇത്രയും കാലം ആ കൂട്ടിൽ നിന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് സോ ഐ റിയലി ഡോണ്ട് നോ, എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അറിയില്ല എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം.